ഹായ് മകളെ, നിങ്ങളിപ്പോൾ +1 +2 ആണല്ലേ? നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടിൽ വിശ്വസിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളെടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ? ചെറുപ്പകാലത്ത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് എഴുതിയതിനുള്ള സന്തോഷം നിങ്ങൾ ഈ പറയുന്ന +1 +2 എത്തുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ എടുത്ത എഫേർട്ടിന് 100% റിസൾട്ടുകൾ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +1 +2 +1ൽ ഞാൻ നന്നായിട്ട് ഉഴപ്പിയ ഒരാളാണ്. ഇത് ഈ ഒരു വീഡിയോ +1 കുട്ടികളും +2 കുട്ടികളും കാണുന്നുണ്ടാവും. +1ൽ നന്നായിട്ട് ഉഴപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ ഇത്രേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റത്തെ 3 മാസം നന്നായിട്ട് പഠിച്ചു. ആ 3 മാസം നന്നായിട്ട് പഠിച്ചത് കൊണ്ട് കുറേ രാപ്പകലുകളില്ലാതെ പഠിച്ചിട്ടത് കൊണ്ട് തന്നെ +1 ഞാൻ എന്ത് ചെയ്തു? ട്യൂഷനൊന്നും പോവാതെ പ്രത്യേകിച്ച് ഒരു പരിപാടിക്കും ആക്ടിവിറ്റികളൊന്നും പോവാതെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ക്ലാസ്സുകൾ അത് പലപ്പോഴും പല ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില ക്ലാസ്സുകൾ മനസ്സിലാവും, ചില ക്ലാസ്സുകൾ മനസ്സിലാവില്ല. അങ്ങനെ അത് മാത്രം കണ്ടുപോയി അവസാന സമയത്ത് പഠിക്കാൻ നോക്കിയിട്ട് ശ്രമിച്ചിട്ട് പലപ്പോഴായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല, ഉണ്ടായിരുന്നില്ല. അന്ന് യൂട്യൂബ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് പഠിക്കാൻ വിചാരിച്ചാൽ പോലും പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആപ്പ് ലൈവുകളായിട്ടും യൂട്യൂബ് ക്ലാസ്സുകളായിട്ടും നിങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. +1 കഴിഞ്ഞ് +2ലേക്ക് എത്തിയ സമയത്ത് എനിക്ക് കുറച്ചൊരു ബോധം വന്നു. അതായത് ഇങ്ങനെ പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഒരു ട്യൂഷന് പോയി. അന്ന് ഓൺലൈൻ ട്യൂഷനുകളൊന്നും ഇല്ലാത്തൊരു സമയമാണ്. ഒരുപക്ഷേ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട് എങ്കിൽ ഡെഫിനിറ്റ്ലി ഞാനത് സെലക്ട് ചെയ്യായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് സമയലാഭമുണ്ട്. എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ശനി ഞായറുകളിൽ എനിക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ നിന്ന് പഠിക്കാം. പക്ഷേ ഞാൻ ഓഫ്‌ലൈൻ സെന്ററിലാണ് അന്ന് പോയത്. അന്ന് ഈ ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് ചേഞ്ചസുകൾ അതിൽ നിന്നുണ്ടാകാൻ പറ്റി. ഞാൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പല കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിതമായി പഠിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. അവസ്ഥ എന്ന് പറയുന്നില്ല, ഒരുപാട് നിർബന്ധമായിട്ട് ഞാൻ പഠിച്ചു. അങ്ങനെ എനിക്ക് +1ലുള്ളതിനേക്കാൾ ഒരു 10% മാർക്ക് എനിക്ക് +2ൽ കിട്ടി. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഞാൻ ഈ പറയുന്ന ശനിയും ഞായറും മറ്റു പരിപാടികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പഠനത്തിലേക്ക് നീങ്ങിയപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് കാണാൻ പറ്റി. കുഴപ്പമില്ലാത്ത രീതിയിൽ ഭാവിയിൽ ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സാറിൻ്റെ സാലറി എത്രയാണ്? അതെത്രയാണ്? ഇതെത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കെപ്പോഴും പറയാനുള്ളത്, ഞാൻ പണിയെടുത്തതിൻ്റെ സാലറി ഞാനിപ്പോൾ വാങ്ങുന്നുണ്ട്. അത് എത്ര എന്നുള്ളത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ പറയുകയാണ്, ഞാൻ എടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്കിപ്പോൾ മാർക്ക് ഉണ്ട് പോലെ ഇല്ല പോലെ. പക്ഷേ നിങ്ങളൊരു എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾ എടുത്ത പണിക്കുള്ളൊരു റിസൾട്ട് ഭാവിയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ എത്രയും പെട്ടെന്ന് പഠിക്കുക. പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. എനിക്ക് ഒരു മോള് മെസ്സേജ് അയച്ചതാണ്, "സർ 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ എ പ്ലസ് ആണ്. പക്ഷേ +1ൻ്റെ ക്രിസ്മസ് എക്സാം വന്ന സമയത്ത് പല സബ്ജക്റ്റും ഞാൻ തോറ്റ് കിടക്കുകയാണ്" എന്ന് പറയുന്ന ഒരു മെസ്സേജ്. സത്യം പറഞ്ഞാൽ അത് സങ്കടമായിപ്പോയി. കാരണം 10ാം ക്ലാസ്സിൽ അത്രയും കാലിബറോട് കൂടി പഠിച്ചൊരു വിദ്യാർത്ഥി +1ലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതെ, അതിനൊരു റീസണ് ഒരു പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേണുകൾ നിങ്ങൾ അനുഭവിച്ചതുകൊണ്ടായിരിക്കാം. 10ാം ക്ലാസ് പോലുള്ള സിലബസ് അല്ല +1ലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്നത്. 10ാം ക്ലാസ്സിൽ ഞാൻ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ നന്നായിട്ട് എടുത്ത് പഠിച്ചു. പരീക്ഷയുടെ ഒരു മാസം മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ +1ൽ ഈ ഒരു മാസം മുമ്പേ പഠിച്ചതൊന്നും എനിക്ക് വലിയ ഹെൽപ്ഫുൾ ആവുന്നില്ല. അങ്ങനെ പല പല ഫാക്ടേഴ്സുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോ എന്ത് തന്നെയാണെങ്കിലും വിട്ടുകൊടുക്കില്ല എന്നൊരു ബോധ്യമുണ്ട് എങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇനി നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്ന് അറിയാത്ത കുട്ടികൾക്ക് ധൈര്യമായിട്ട് സൈലത്തിൻ്റെ എൻഡ് ഗെയിം റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഇനി ഏതെങ്കിലും ക്ലാസ് മിസ്സായി പോയാൽ പോലും നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സമയം കണ്ടെത്തിക്കൊണ്ട് ആ മിസ്സായി പോയ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട്. നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. ബൈ.